പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 253 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഹെലനയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ജോൺ യൂഡ്സിനെ കുറിച്ചാണ്. ഫ്രഞ്ച് പുരോഹിതനും 2 സന്യാസ സഭകളുടെ സ്ഥാപകനുമായിരുന്നു വിശുദ്ധ ജോൺ യൂഡ്സ്. ഫ്രാൻസിന്റെ വടക്ക് ഭാഗത്തുള്ള റീ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അക്കാലത്ത് നിലനിന്നിരുന്ന ജാൻസനിസം എന്ന മതവിരുദ്ധ വാദത്തിന്റെ കാർക്കശ്യത്തിനിടയിലും ജോൺ ബാല്യത്തിൽ തന്നെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. ഒരു തികഞ്ഞ പ്രേക്ഷിതനായിരുന്ന വിശുദ്ധൻ യേശുവിന്റെ തിരുഹൃദയത്തോടും പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയത്തോടുമുള്ള ഭക്തിയുടെ ഒരു വലിയ പ്രചാരകനായിരുന്നു. പാരീസിൽ വിദ്യാഭ്യാസം സ്വീകരിച്ച ജോൺ ഒററ്റോറിയൻസ് എന്ന സന്യാസ സഭയിൽ ചേരുകയും തന്റെ 24-ാമത്തെ വയസ്സിൽ 1625 പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും ചെയ്തു. 1627, 1631 എന്നീ വർഷങ്ങളിൽ ഉണ്ടായ പ്ലേഗ് ബാധയിൽ തന്റെ രൂപതയിലെ പ്ലേഗ് ബാധിതരെ പരിചരിക്കുവാനായി ജോൺ മുന്നിട്ടിറങ്ങി. തന്റെ സഹപുരോഹിതർ പ്ലേഗ് ബാധിത വരാതിരിക്കാനായി വിശുദ്ധൻ വിശാലമായ വയലിന് നടുവിലുള്ള ഒരു ഒഴിഞ്ഞ വലിയ വീപ്പയിലാണ് താമസിച്ചിരുന്നത്. തന്റെ 32-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ ഒരു ഇടവക പ്രേക്ഷിതനായി മാറി. ഒരു നല്ല സുവിശേഷകനും കുമ്പസാരകനുമായെന്ന നിലയിൽ പ്രസിദ്ധനായ വിശുദ്ധൻ പലപ്പോഴും ആഴ്ചകളും മാസങ്ങളും ഏതാണ്ട് 100ഓളം ഇടവകകളിൽ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. പുരോഹിതരുടെ ആത്മീയ പുരോഗതിക്കായി സെമിനാരികളിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് വിശുദ്ധന് ബോധ്യമായി. അതിനുവേണ്ടി പ്രവർത്തനം തുടങ്ങുന്നതിനായി വിശുദ്ധൻ തന്റെ ജനറൽ സുപ്പീരിയറിനെയും മെത്രാന്റെയും കർദിനാളിന്റെയും അനുവാദം വാങ്ങിയെങ്കിലും പിന്നീട് വന്ന ജനറൽ സുപ്പീരിയർ ഇതിനെ എതിർത്തു. ശക്തമായ പ്രാർത്ഥനയ്ക്കും ഉപദേശങ്ങൾക്കും ശേഷം വിശുദ്ധൻ തന്റെ പൗരോഹിത്യ സഭ വിടുന്നതിനുള്ള തീരുമാനമെടുത്തു. 1643 വിശുദ്ധൻ യൂഡിസ്റ്റ് എന്ന സന്യാസ സഭയ്ക്ക് രൂപം നൽകി. സൊസൈറ്റി ഓഫ് ജീസസ് ആൻഡ് മേരി എന്നായിരുന്നു അതിന്റെ മുഴുവനായിട്ടുള്ള പേര്. പുരോഹിതന്മാരെ ധ്യാനിപ്പിക്കുക, സെമിനാരികൾ സ്ഥാപിക്കുക, ജനങ്ങൾക്കിടയിൽ സുവിശേഷ പ്രഘോഷങ്ങൾ നടത്തുക എന്നിവയായിരുന്നു ഈ സഭയുടെ പ്രധാന ദൗത്യങ്ങൾ. ഈ പുതിയ സംരംഭത്തിന് മെത്രാന്മാരുടെ വ്യക്തിപരമായ പിന്തുണയുണ്ടായിരുന്നെങ്കിലും അധികം താമസിയാതെ തന്നെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ജാൻസനിസം മതവിരുദ്ധവാദികളിൽ നിന്നും വിശുദ്ധന്റെ ചില പഴയ സഹപ്രവർത്തകരിൽ നിന്നും അദ്ദേഹത്തിന് ഏറെ ഭീഷണിയുണ്ടായിരുന്നു. തങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിതനായിരുന്നു വിശുദ്ധൻ. അവർക്കായി താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ നിർമ്മിച്ചുവെങ്കിലും അവ പര്യാപ്തമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം സിസ്റ്റേഴ്സ് ഓഫ് ദി ചാരിറ്റി ഓഫ് ദി റെഫ്യൂജ് എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചു. നല്ലൊരു രചയിതാവ് കൂടിയായിരുന്നു വിശുദ്ധ ജോൺ യൂഡ്സ്. ദൈവികതയുടെ ഉറവിടമായ യേശുവും ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക എന്ന നിലയിൽ പരിശുദ്ധ മറിയുമായിരുന്നു വിശുദ്ധന്റെ പ്രധാന വിഷയങ്ങൾ. തന്റെ 79-ാമത്തെ വയസ്സിൽ കായനിൽ വെച്ചാണ് വിശുദ്ധ ജോൺ മരണപ്പെടുന്നത്. യേശുവിന്റെ തിരുഹൃദയത്തോടും പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയത്തോടുമുള്ള വിശുദ്ധന്റെ ഭക്തി കാരണം പിയൂസ് 11-ാമൻ പാപ്പ വിശുദ്ധനെ യേശുവിന്റെയും മറിയത്തിന്റെയും തിരുഹൃദയങ്ങളോടുള്ള ഭക്തി ആചരണത്തിന്റെ പിതാവ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ജീവിതത്തിൽ ഏതൊരു ബന്ധത്തിനും പ്രധാന ഘടകം ആത്മാർത്ഥതയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോകുന്നതും വേദനിക്കേണ്ടി വരുന്നതും ആത്മാർത്ഥത കൂടിപ്പോയവരാണ്. ഏവർക്കും നന്ദി.